ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കന്നിമാസം തുടങ്ങിയതിൽ പിന്നെ നമ്മൾ 2 ശനിയാഴ്ചകളിലും ഭഗവാന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് നാളെ കന്നിമാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ചയാണ്. വെങ്കടേശ്വര ഭഗവാന് നമ്മൾ അടുപ്പിച്ച് 3 ദിവസം ചെയ്യുന്ന ഒരു പരിഹാരമാണിത്. അതായത് നാളെ ശനി, ഞായർ, തിങ്കളാഴ്ചയുടെ പ്രത്യേകത ശരത് പൂർണിമയാണ്. ഇത് 3-ാമത്തെ ദിവസം വരുമ്പോൾ, അതായത് പൂർണിമയുടെ അന്ന് തിങ്കളാഴ്ച നമ്മളിത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ വേണം ചെയ്യാനായിട്ട്. വെങ്കടേശ്വര ഭഗവാന്റെ ക്ഷേത്രമാകാം, വിഷ്ണു ക്ഷേത്രമാകാം, കൃഷ്ണ ഭഗവാനാവാം. ഭഗവാന്റെ, അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ എന്ന് പറയുന്ന ഏതൊരു ക്ഷേത്രത്തിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നാളെ ശനിപ്രദോഷമായതുകൊണ്ട് നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, അതായത് ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കിത് തന്നെ ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാഞ്ഞത് ലെങ്ത് വൈസ് ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നത് കൊണ്ടാണ്. വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കന്നിമാസം വരെ നമുക്ക് നല്ല രീതിയിലുള്ള ധനവരവുണ്ടാവാനും, നമ്മളിൽ ഒരു കോടീശ്വര യോഗമുണ്ടെങ്കിൽ, ചിലരൊക്കെ പറയാറുണ്ട് ശുക്ര ദശയാണ് പക്ഷേ എനിക്കതിൻ്റെ ഫലം കിട്ടാറില്ല, രാജയോഗവും അതേപോലെ തന്നെ ഗജകേസരി യോഗവും ഒക്കെയുള്ള നാളാണ് എൻ്റേത്, പക്ഷേ എനിക്കതൊന്നും ഫലത്തിൽ വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഒരു മൗഢ്യമാണ്. അതായത് ചന്ദ്രമൗഢ്യം, ബുധമൗഢ്യം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ജാതകത്തിൽ മൗഢ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ഇന്ന യോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫലപ്രാപ്തി നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ 100%-ൽ ഒരു 80% ഈ വക മൗഢ്യങ്ങളും തടസ്സങ്ങളും കാരണം മൂടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നാളെ കന്നിമാസത്തിൽ നിങ്ങൾ ഈ ഒരു പരിഹാരം ഭഗവാൻ പെരുമാളിന്, വെങ്കടേശ്വര ഭഗവാന് ചെയ്താൽ അത് ആ 80%-ൽ നിന്നും നമുക്കത് കുറച്ചിട്ട് ഒരു 50% എടുക്കാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്ലി നമുക്കത് മാറിക്കിട്ടില്ല, പക്ഷേ ഒരു പെർസെൻറ്റേജ് അനുസരിച്ച് നമുക്കത് കുറയ്ക്കാനും ആ ഒരു ഫലങ്ങൾ, ആ ഒരു യോഗങ്ങൾ നമുക്ക് നമ്മുടെ ജാതകത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴിപാട് 3 ദിവസമായിട്ടാണ് ചെയ്യുന്നത്. അതായത് നാളെ ശനി, പിന്നെ ഞായർ, പിന്നെ തിങ്കൾ. കാരണം ഈ ഒരു കന്നിമാസത്തിൽ പൗർണമി, ശരത് പൗർണമി എന്നറിയപ്പെടുന്ന പൗർണമി വരുന്നത് തിങ്കളും ചൊവ്വായുമായിട്ടാണ്. ചൊവ്വാഴ്ച വളരെ കുറച്ച് മണിക്കൂറുകൾ, രാവിലെ 9 മണി വരെയേ ഉള്ളൂ. പക്ഷേ തിങ്കളാഴ്ച ഇത് ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും തന്നെ തുടങ്ങും. അപ്പോൾ നമ്മളിത് 3 ദിവസമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വെങ്കടേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത്. 3 ദിവസം നിങ്ങളിത് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം തിങ്കളാഴ്ച നമ്മൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവുമാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് നോക്കാം. നാളെ ശനിയാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിലാണോ വൈകിട്ടാണോ നിങ്ങൾക്കിത് ചെയ്യാൻ സമയം കിട്ടുന്നത്, ആ ഒരു സമയത്ത് ഭഗവാന്റെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് വൃത്തിയാക്കി, പൊട്ടൊക്കെ തൊടുന്നവരാണെങ്കിൽ അതൊക്കെ തൊട്ട് ഭഗവാന് മുൻപിൽ 2 മാവിളക്ക് കൊളുത്തുക. മാവിളക്ക് കൊളുത്താത്തവരാണ് നിങ്ങളെങ്കിൽ 2 നെയ് ദീപം, അതും ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ കൊളുത്തുക. അതിനുശേഷം ഭഗവാന്റെ മുൻപിലായിട്ട് വെറ്റിലയോ വാഴയിലയോ ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റോ വെച്ചിട്ട് നമ്മൾ അതിന് പുറത്തായിട്ട് 27 പച്ചക്കർപ്പൂരം വെക്കണം. പച്ചക്കർപ്പൂരം അല്ലാതെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് നോർമൽ കർപ്പൂരം വെക്കാം, പക്ഷേ നമ്മൾ പച്ചക്കർപ്പൂരം വെക്കുന്നതിൻ്റെ അത്ര ഒരു ഫലപ്രാപ്തി കിട്ടില്ല. കാരണം ഭഗവാന് പച്ചക്കർപ്പൂരം വളരെയധികം പ്രിയമാണ്. ഇനി ഒരു നിവൃത്തിയും നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കർപ്പൂരം വെക്കാം. ഈ 2 കർപ്പൂരവും കിട്ടാനില്ലാത്തവർ ഞാൻ പറയുന്ന അടുത്ത വസ്തു മാത്രം വെച്ചാൽ മതിയാവും. 27 എണ്ണം എന്ന് പറയുമ്പം ഒരു പച്ചക്കർപ്പൂരം തന്നെ നിങ്ങൾക്ക് 3-4 ആയിട്ട് വളരെ ചെറിയ പീസസ് ആയിട്ട് ഒടിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ അത് ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ഓം നമോ വെങ്കിടേശായ എന്നുള്ള മന്ത്രം ചൊല്ലി 27 ഏലക്കായും കൂടി ആ ഒരു പച്ചക്കർപ്പൂരത്തിൻ്റെ മുകളിൽ വെക്കണം. അതായത് ഓം നമോ വെങ്കിടേശായ ചൊല്ലി ഒരു ഏലക്ക വെക്കുന്നു, അടുത്ത ഏലക്ക, അങ്ങനെ 27 ഏലക്ക വെക്കുന്നു. അവസാനമായിട്ട് നിങ്ങൾ ഒരേ ഒരു തുളസിയില, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് തുളസിയില ഉണ്ടെങ്കിൽ അത് ഭഗവാന് മാലയായിട്ടൊക്കെ കെട്ടി സമർപ്പിക്കാം.
ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു തുളസിയില എടുത്തതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം, അതെന്താഗ്രഹവും ആയിക്കോട്ടെ, ഇപ്പോൾ പേഴ്സണലായിട്ട് വിവാഹം, ജോലി, വീട്, അങ്ങനെയുള്ള എന്ത് കാര്യം, അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് അടുത്ത കന്നിമാസം വരെ ഈ രീതിയിൽ നല്ല ധനവരവുണ്ടാവാനും എനിക്കൊരു മുന്നേറ്റം ഉണ്ടാവാനും അനുഗ്രഹിക്കണമേ എൻ്റെ വെങ്കടേശ എന്ന് പ്രാർത്ഥിച്ച് ആ തുളസിയില, അപ്പോൾ നിങ്ങളവിടെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത് അടുത്ത വർഷത്തെ കന്നിമാസത്തിന് മുൻപായി ആ ഒരു വാക്ക് ക്ലിയറായിട്ട് നിങ്ങളവിടെ പറയണം. എന്നിട്ട് വേണം ആ ഒരു തുളസിയില നമ്മൾ വെച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരത്തിൻ്റെയും അർച്ചന ചെയ്ത ഏലക്കായുടെയും പുറത്തായിട്ട് വെക്കാൻ. ആദ്യത്തെ ദിവസം അതവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ പൂജയൊക്കെ ചെയ്ത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു അടച്ചുറപ്പുള്ള പാത്രത്തിലോ ഒരു മഞ്ഞ കളർ തുണിയിലോ അത് കെട്ടിവെക്കുക. പിറ്റേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ആ സെയിം കർപ്പൂരം തന്നെ ഇതേപോലെ ഭഗവാന് മുൻപിൽ സമർപ്പിക്കുക. ഏലക്ക പുതിയ 27 ഏലക്ക എടുക്കണം. ചേച്ചി ഏലക്കായ്ക്ക് വില കൂടുതലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ദയവ് ചെയ്ത് നിങ്ങളത് ചിന്തിക്കരുത്. കാരണം ഏലക്ക എന്ന് പറയുന്നത് ഭഗവാന് വളരെ പ്രിയമാണ്. അതുകൊണ്ട് ഇവിടെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷനുമില്ല. ഉപയോഗിച്ച ഏലക്ക നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഏലക്ക 27 എണ്ണം ഫ്രഷ് എടുക്കുക. പച്ചക്കർപ്പൂരം അത് തന്നെ മതി. വീണ്ടും ഭഗവാന്റെ മന്ത്രം ചൊല്ലി ഞായറാഴ്ചയും നിങ്ങൾ ഭഗവാന് ഏലക്ക സമർപ്പിക്കുക. നമ്മൾ ആഗ്രഹം പറഞ്ഞ് തുളസിയില സമർപ്പിക്കുന്നത് ആദ്യത്തെ ദിവസം, അതായത് നാളെ മാത്രം മതി. ആ ഒരു തുളസിയില ആ ഒരു കിഴിയിൽ ഉണ്ടായിരിക്കണം ഈ ഒരു 3 ദിവസവും. അത് ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി വീണ്ടും ഒന്നിച്ച് കെട്ടി അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള പാത്രത്തിൽ കെട്ടി ഭഗവാൻ അടുത്തായിട്ട് വെക്കുക. തിങ്കളാഴ്ച രാവിലെയോ വൈകിട്ടോ, എല്ലാ ദിവസവും ഒരേ സമയം തന്നെ പാലിക്കുന്നതാണ് നല്ലത്. പക്ഷേ തിങ്കളാഴ്ച വൈകിട്ട് മാത്രമേ നിങ്ങൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകാവൂ. കാരണം രാവിലെ പൗർണമി തിഥിയില്ലാത്തത് കൊണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ചയും, ഇപ്പം രാവിലെയാണ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ അത് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചേക്കുക. വൈകിട്ട് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയാൽ മതിയാകും. നമ്മൾ 27 ഏലക്ക കൊണ്ട് 3 ദിവസവും ഭഗവാന് അർച്ചന ചെയ്തു. അങ്ങനെ 3-ാമത്തെ ദിവസം തിങ്കളാഴ്ച പൗർണമിയുടെ അന്നാകുമ്പോൾ അതിൽ 81 ഏലക്ക കാണും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മഞ്ഞ നൂലിൽ ഈ ഏലക്ക മുഴുവൻ കോർക്കുക എന്നുള്ളതാണ്. ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം ചൊല്ലി നമ്മൾ ഈ ഒരു ഏലക്കാമാല കോർക്കുക. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഏലക്കാമാല കോർക്കുമ്പം വളരെ സൂക്ഷ്മതയോടുകൂടി കോർക്കണം. അത് പൊട്ടിപ്പോവരുത്. നമ്മൾ ഈ ഏലക്ക മുഴുവനായിട്ട് സാധാരണ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു തോടിൻ്റെ ആ ഒരു കട്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ടാണ് കോർക്കുന്നത്. ഇവിടെ നിങ്ങൾക്കത് വെള്ളത്തിലിടാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മഞ്ഞൾ വെള്ളത്തിലിടാം. പക്ഷേ അത് പൊട്ടാതെ കോർക്കണം. കാരണം ഈ 81 ഏലക്കായും നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്ത ഏലക്കായാണ്. ഈ ഏലക്ക ഇത് തന്നെ നമ്മൾ മാല കോർത്ത് ക്ഷേത്രത്തിലാണ് സമർപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് മാത്രം കോർക്കുക. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരെണ്ണം എത്ര സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ കോർത്തു എന്നിട്ടും അത് പൊട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഒരു തുളസിയിലയും അതിനോടൊപ്പം കോർത്താൽ മതി. അതായത് ആ പൊട്ടിയ ഏലക്കായോട് കൂടി തന്നെ ഒരു തുളസിയിലയും കൂടിയിട്ട് കോർക്കുക. കഴിവതും ഏലക്ക പൊട്ടാതെ ശ്രദ്ധിക്കണം. പൊട്ടി കുരുവെളിയിൽ വരാതെ ശ്രദ്ധിക്കണം. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ 81 ഏലക്കായും കെട്ടി പച്ചക്കർപ്പൂരം ഒരു മഞ്ഞ തുണിയിൽ അതും കൂടിയിട്ട് കൂട്ടിക്കെട്ടി അതും കയ്യിൽ പിടിച്ച് നേരെ നമ്മൾ ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ തിരുമേനിയോട് ആ ഒരു മാല ഭഗവാന് ചാർത്താനായിട്ട് കൊടുക്കുക. അത് വാങ്ങിക്കാത്ത ക്ഷേത്രമാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ ആ ഒരു കൊടിയുടെ ചുവട്ടിലായിട്ട് സമർപ്പിക്കാം. കൊടിമരമുണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിൽ. കൊടിമരമില്ലാത്ത ക്ഷേത്രമാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്ത് എവിടെയെങ്കിലും ആൽമരച്ചുവട്ടിലോ അല്ലെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും സമർപ്പിച്ചേക്കുക. അങ്ങനെയല്ല നിങ്ങൾക്ക് ആ ഒരു ഭണ്ഡാരപ്പെട്ടിയിലിടാൻ പറ്റുമെങ്കിൽ അവിടെയും ഇടാവുന്നതാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ടുള്ള ഏലക്ക സമർപ്പിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞ തുണിയിൽ കിഴി കെട്ടിക്കൊണ്ടുവന്ന ആ പച്ചക്കർപ്പൂരം. ചെയ്യേണ്ടുന്ന കാര്യം 7 1 രൂപ നാണയങ്ങളും കൂടി വീട്ടിലോട്ടും 7 1 രൂപ നാണയങ്ങളും കൂടി നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പം കയ്യിലെടുത്തിട്ട് എഴുമലയാണ്ടവ ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലിക്കൊണ്ട് ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം ആ കിഴി തുറന്ന് അതിലോട്ട് ഓരോ നാണയങ്ങളും ഇത് പറഞ്ഞിടണം. എഴുമലയാണ്ടവ ഗോവിന്ദ ഗോവിന്ദ, എഴുമലയാണ്ടവ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് വെക്കുക. വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം
തിരുമേനിയോട് പറയണം, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച ഒരു തുളസിയില തരാമോ എന്ന് ചോദിക്കണം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടും, അത് കിട്ടാതിരിക്കില്ല. എന്നിട്ട് ആ ഒരു തുളസി ഇലയും കൂടി ആ ഒരു കിഴിയിൽ വെക്കണം. അപ്പോൾ പച്ചക്കർപ്പൂരം 7 1 രൂപ നാണയങ്ങൾ, ഒരു കുഞ്ഞു തുളസി ഇലയുമുണ്ട്. ഇത് ഒരു കിഴിയായിട്ട് കെട്ടി അക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നടയിൽ നമ്മളൊന്ന് മുട്ടിച്ചിട്ട് വീട്ടിലെ നമ്മൾ പൈസ വെക്കുന്നിടത്ത് കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനവരവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നതായിരിക്കും. ധനവരവ് തീർച്ചയായിട്ടും ഉണ്ടാകും. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശനിയാഴ്ചകളിൽ ചെയ്യാത്തതിന് കാരണമുണ്ട്. ഒന്നാമത്തെ ശനിയാഴ്ചയിൽ മഹാലയപക്ഷമായിരുന്നു, ആ ശനിയാഴ്ച അത് ചെയ്യില്ല. രണ്ടാമത്തെ ശനിയാഴ്ച ബ്രഹ്മോത്സവം നടക്കുകയായിരുന്നു, ഒപ്പം തന്നെ നവരാത്രിയും കൂടിയിട്ടാണ്. ആ സമയങ്ങളിൽ നമ്മൾ ആരും തന്നെ ഭഗവാന്റെ സാന്നിധ്യം ആ ശനിയാഴ്ച അവിടെ വേണം എന്നുള്ളതാണ് പറയുന്നത്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. മൂന്നാമത്തെ ശനിയാഴ്ച, ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ശനിയാഴ്ചയാണ്. 3rd ശനിയാഴ്ച വെളുത്ത പക്ഷത്തിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യണം. പിന്നെ ഇത് നമ്മൾ ശ്രീകോവിലിൽ മുട്ടിച്ച് നമ്മുടെ കയ്യിൽ വെക്കാതെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പോളിത്തീൻ കവറോ അങ്ങനെ അല്ലെങ്കിൽ ചെറിയ ഡപ്പായോ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അതിലിട്ടിട്ട് വേണം വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ പൈസ വെക്കുന്നത്. നിങ്ങൾ വീട്ടിൽ വന്ന് അപ്പോൾ തന്നെ പൈസ വെക്കുന്ന ലോക്കറിൽ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ തിരുമേനി നിങ്ങൾക്ക് തുളസി ലീവ്സ് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാർട്ട് ഉപേക്ഷിച്ചേക്കുക. പക്ഷേ തുളസിയില, ഭഗവാൻ അർച്ചന ചെയ്ത ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹത്തിന് അർച്ചന ചെയ്ത തുളസിയില എന്ന് പറയുന്നത് അത് വളരെയധികം ഐശ്വര്യമുള്ളതാണ്. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുമേനിയോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക. അത് കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മേടിച്ച് തന്നെ നമ്മളിത് ചെയ്യണം. പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് തുളസിമാല സമർപ്പിക്കാം. അതുപോലെ തന്നെ താമരപ്പൂവ് കിട്ടുമെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് സമർപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ മഞ്ഞ പട്ടാണെങ്കിലും വാങ്ങിച്ച് സമർപ്പിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾ ചെയ്യുക. ഈ ഒരു കാര്യം അടുത്ത കന്നിമാസം വരെ നിങ്ങളുടെ വീട്ടിലിരുന്നോട്ടെ. നിങ്ങളുടെ വീട്ടിലെ ധനവരവും ഐശ്വര്യവും എത്രയുണ്ടെന്ന് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലായാൽ അടുത്ത വർഷം വരുന്ന കന്നിമാസത്തിൽ ഈ കിഴി അതേപോലെ എടുത്ത്, പച്ചക്കർപ്പൂരം മിക്കവാറും അരിഞ്ഞു പോയിരിക്കും, ആ കിഴി അതുപോലെ എടുത്തിട്ട് 1 രൂപ നാണയങ്ങൾ ഭഗവാന്റെ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം ഈ ഒരു വർഷം നമുക്ക് തന്ന ഐശ്വര്യത്തിന് ഭഗവാന് നന്ദിയും പറയണം. ആ 7 രൂപയോടൊപ്പം നിങ്ങൾക്കതിൽ കൂടുതൽ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സമർപ്പിക്കാം. എന്നിട്ട് അടുത്ത വർഷം കന്നിമാസത്തിലെ 3ാമത്തെ ശനിയാഴ്ച, അതായത് ശേഷം നിങ്ങൾക്ക് ഈ സെയിം കിഴി ഇതേപോലെ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. വളരെ വളരെ പവറുള്ളതാണ്. ഇനി നിങ്ങളിത് കാണാൻ താമസിച്ചു പോയി, 2 ദിവസമായിട്ട് ചെയ്യാവോ, ലാസ്റ്റ് ദിവസം മാത്രമായിട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ ഒരു 81 എന്നുള്ള കണക്കിൽ വരുന്ന രീതിയിൽ നിങ്ങൾ ഏലക്ക എടുക്കണം. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച 81 ഏലക്ക ഒന്നിച്ചെടുത്ത് നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.